ഹലോ ഗൈസ്, വെൽക്കം ടു അനി ഡ്രീംസ് ചാനൽ. ഇപ്പം നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരി പൊന്നരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണി മസാലയാണ് ഇടാൻ പോണ ബിരിയാണിക്ക്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അടുപ്പത്ത് കുക്കറിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണി. കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ കുക്കർ ചൂടായത് അതിലേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്, ഗീ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഗീ മാത്രം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വലിയ ജീരകം, പട്ടഗ്രാം അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബിരിയാണിക്കുള്ളത്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. 2-3 ഏലയ്ക്കും പിന്നെ 2-3 കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. പച്ചമണം മാറുന്ന വரைക്കും ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പകുതി സബോള ബിരിയാണിക്ക് ഇട്ട് കൊടുക്കുകയാണ്. പകുതി ഗ്രേവിയും കൂടെ വെക്കുന്നുണ്ട്, ചിക്കൻ ഗ്രേവി. അപ്പോൾ അതിന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ അത് വീഡിയോ ഡീറ്റെയിലായി എടുക്കണില്ല. അപ്പോൾ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ബോറടിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ച് എടുത്തില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. സബോള ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നു. അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഇതുപോലെ മിക്സാക്കി കൊടുക്കണം. ഇതുപോലെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം മല്ലിയില പുതിന ഇലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മല്ലിയില പുതിന ഇല. സബോളയും തക്കാളി നല്ലോണം വഴറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെ 5 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് എരിവിനനുസരിച്ച് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണി. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉള്ള സാധനം വെച്ച് ഉണ്ടാക്കാം. ഞാൻ പകുതി പീസുകളാക്കി എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. 1/2 കിലോ ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. അപ്പോൾ 2 ഗ്ലാസ് വലിയ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിന് ഒരു 1/2 കിലോ ചിക്കൻ പാകമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു 5 മിനിറ്റൊക്കെ നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. ആ പച്ചമണമൊക്കെ മാറുന്ന വരയ്ക്കും നമുക്കൊന്ന് വഴറ്റിയെടുത്താലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ബിരിയാണിക്ക്. അതിന് ശേഷം അരി ഇടാം. അങ്ങനെ അരി ഇട്ടിട്ടുണ്ട്. കുതിർത്തി വെച്ചിരുന്ന അരി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ. 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഒന്ന് മിക്സാക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന്. ഉപ്പിട്ട് കൊടുത്ത ശേഷം ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. എല്ലാത്തിനും പിടിക്കണ്ടേ, ഉപ്പ് പിടിക്കണ്ടേ. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 നാരങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി പിഴിഞ്ഞ് കൊടുക്കണം. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് മൂടി വെച്ച് 2 വിസിൽ വിട്ടാൽ മതി. ബിരിയാണി റെഡിയാവും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക ഗൈസ്. ഒരു 2 വിസിൽ വിട്ടാൽ മതി, ബിരിയാണി റെഡിയാവും. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഞാനത് ഡീറ്റെയിലായി എടുത്തിട്ടില്ല. അങ്ങനെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വയ്ക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിലുള്ള സാധനം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. ഞാനത് 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കശുവണ്ടി പരിപ്പ് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്.